നമ്മൾ സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ ഒക്കെ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ ചിരിക്കാനായി ഒരാളെ മാത്രം ലക്ഷ്യം വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം എന്നെങ്കിലും ആ പരിഹാസത്തിന്റെ ഇരയായിട്ടുള്ളത്. ഒരാളുടെ രൂപത്തെയോ വസ്ത്രത്തെയോ സംസാരത്തെയോ പരിഹസിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്രൂരമായ ആനന്ദം, അത് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ, ഇതിപ്പോ ഇത്ര വലിയ കാര്യമാക്കാൻ എന്തിരിക്കുന്നു? കളിയാക്കുന്നവരെപ്പോഴും പറയുന്ന സ്ഥിരം ന്യായീകരണമാണിത്. പക്ഷേ സൈക്കോളജി പറയുന്നത് മറ്റൊന്നാണ്. മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ഒരാളുടെ മനസ്സ് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം ദുർബലമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യർ മറ്റുള്ളവരെ കളിയാക്കുന്നത്? അതിന്റെ പിന്നിലെ ക്രൂരമായ സൈക്കോളജി എന്താണ്? നമുക്ക് നോക്കാം. മനഃശാസ്ത്രപരമായി ഇതിനെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്നും ഇൻസെക്യൂരിറ്റി എന്നും വിളിക്കാം. ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ ഡോപ്പമൈൻ എന്ന ഫീൽ ഗുഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. താൽക്കാലികമായി അയാൾക്ക് ഒരു പവർ അനുഭവപ്പെടുന്നു. സോഷ്യൽ ഹൈറാർക്കി തിയറി പുരാതന കാലം മുതൽ മനുഷ്യനൊരു സംഘമായി ജീവിക്കുമ്പോൾ ആ സംഘത്തിൽ തന്റെ സ്ഥാനം ഉയർത്താൻ മറ്റുള്ളവരെ താഴേക്ക് തള്ളിയിടുക എന്നതൊരു മൃഗീയ സ്വഭാവമാണ്. കളിയാക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരുടെ ഉള്ളിലെ ഭയത്തെ മറച്ചുപിടിക്കുകയാണ്. താൻ ഒന്നിനും കൊള്ളാത്തവരാണോ എന്ന ഭയം ഉള്ളിലുണ്ടാകുമ്പോൾ മറ്റൊരാളെ മോശക്കാരനായി ചിത്രീകരിച്ച് സ്വയം സമാധാനിക്കാൻ അവർ ശ്രമിക്കുന്നു. ഇതിനെ സൈക്കോളജിയിൽ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു. അതായത് തന്റെ കുറവുകൾ മറ്റൊരാളിൽ ആരോപിച്ച് അവരെ പരിഹസിക്കുക. പരിഹാസങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം. 1. ഇൻസെക്യൂരിറ്റി ഡ്രിവൺ മോക്കിംഗ്. തനിക്ക് ലഭിക്കാത്തൊരു കഴിവ് മറ്റൊരാൾക്കുണ്ടെന്ന് കാണുമ്പോഴുണ്ടാകുന്ന അസൂയയിൽ നിന്നുള്ള പരിഹാസം. 2. പിയർ പ്രഷർ. ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ വേണ്ടി മാത്രം മറ്റൊരാളെ കളിയാക്കുന്നത്. ഗ്രൂപ്പിലെ ലീഡറെ പ്രീണിപ്പിക്കാൻ വേണ്ടി പലരും ഈ ക്രൂരതയിൽ പങ്കുചേരുന്നു. 3. ലാക്ക് ഓഫ് എംപതി. മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ. ഇത് പലപ്പോഴും വളർന്നുവന്ന സാഹചര്യങ്ങളുടെ സ്വാധീനമാകാം. പ്രതിവിധി: നിങ്ങൾ കളിയാക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ ഒരു കാര്യം ഓർക്കുക. അത് നിങ്ങളുടെ കുറവല്ല, മറിച്ച് കളിയാക്കുന്നവന്റെ ഉള്ളിലെ മാനസികമായ ബലഹീനതയാണ്. ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പവർഫുള്ളായ ഒന്നാണ് ദ വൈ ടെക്നിക്. മറ്റുള്ളവർക്ക് മുൻപിൽ ഒരാൾ നിങ്ങളെ പരിഹസിക്കുമ്പോൾ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്നതിനു പകരം അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തമായ ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങളിപ്പോൾ ഇതെന്തിനാണ് പറഞ്ഞത്? അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഈ ഒറ്റ ചോദ്യം മതി അയാളുടെ സൈക്കോളജിക്കൽ ബാലൻസ് തെറ്റിക്കാൻ. കാരണം നിങ്ങളെ പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. എന്നാൽ നിങ്ങൾ ശാന്തനായി തിരിച്ചു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ മോശം കാര്യത്തിന് ഒരു മറുപടി നൽകാൻ അയാൾ നിർബന്ധിതനാകുന്നു. അവിടെ ആ പരിഹാസം അവസാനിക്കും, നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇതിനെ ട്രോൾ എന്നും ലെഗ് പുള്ളിംഗ് എന്നും ഓമന പേരിട്ട് വിളിക്കാറുണ്ട്. കുടുംബ കൂട്ടായ്മകളിലോ ചായക്കടകളിലോ ഒരാളുടെ നിറത്തെയോ ശാരീരിക പ്രത്യേകതകളെയോ പറ്റി കമന്റ് പറയുന്നത് നമ്മളൊരു വിനോദമായി കാണുന്നു. ബോഡി ഷെയ്മിംഗ് ഒരു തമാശയല്ല എന്ന് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരാളെ ഗ്രൂപ്പിന് മുൻപിൽ നാണം കെടുത്തുമ്പോൾ നിങ്ങളവിടെ കാണിക്കുന്നത് നിങ്ങളുടെ സംസ്കാര ശൂന്യതയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികൾ മറ്റുള്ളവരെ കളിയാക്കുന്നുണ്ടെങ്കിൽ അവരിൽ സഹാനുഭൂതി വളർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഭാവിയിൽ അവർ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് വഴിമാറും. മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന വിജയം ഒരിക്കലും നിലനിൽക്കില്ല. വലിയ മനുഷ്യർ എപ്പോഴും മറ്റുള്ളവരെ ഉയർത്താൻ ശ്രമിക്കുന്നവരാണ്. ചെറിയ മനുഷ്യർ മാത്രമേ മറ്റുള്ളവരെ താഴ്ത്താൻ നോക്കൂ. നിങ്ങളുടെ നാവ് ഒരാളെ തളർത്താനല്ല, വളർത്താനാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ഓർമ്മകൾ ആളുകളിൽ അവശേഷിക്കേണ്ടത് നിങ്ങൾ നൽകിയ പരിഹാസങ്ങളിലൂടെയല്ല, മറിച്ച് നിങ്ങൾ നൽകിയ സ്നേഹത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയുമാകണം. ലോകം മാറുക എന്നത് നിങ്ങളിൽ നിന്ന് തുടങ്ങണം. എന്നെങ്കിലും നിങ്ങളൊരാളെ പരിഹസിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ? ആ അനുഭവം താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ പരിഹസിക്കാൻ ഇഷ്ടപ്പെടുന്നവരിലേക്കും പരിഹാസം കൊണ്ട് തളർന്നുപോയവരിലേക്കും എത്തിക്കുക. മനുഷ്യ മനസ്സിന്റെ ഇത്തരം സങ്കീർണതകൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചുറ്റുമുള്ളവർക്ക് തണലാകാം, തളർത്തുന്നവരാകാതിരിക്കാം. നന്ദി.